അങ്ങനെ മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ ചിത്രവും ഹിറ്റായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, നൻപകൽ നേരത്ത് മയക്കം, റോഷാക്ക്, കാതൽ, കണ്ണൂർ സ്ക്വാഡ്, അതിനുശേഷം 5ാമത്തെ ചിത്രം ടർബോ. മിഥുൻ മാനുവൽ തോമസ് സ്ക്രിപ്റ്റ്, അദ്ദേഹം തന്നെയാണ് കഥയും തിരക്കഥയും. വൈശാഖിൻ്റെ സംവിധാനം. ടർബോ ജോസ് നിറഞ്ഞാടുകയാണ്. ആക്ഷൻ കോമഡി ത്രില്ലർ, ആ പേര് പോലെ തന്നെ എല്ലാ ഘടകങ്ങളും ഒത്തിണങ്ങി. മമ്മൂട്ടി ആക്ഷനോട് ഒപ്പം തന്നെ നല്ല രസകരമായ കോമഡി. തിയേറ്ററിൽ നല്ല ചിരി വീഴുകയാണ്. ടർബോ ജോസ്. പള്ളിപ്പെരുന്നാളിന് അടി, ജോസിൻ്റെ അടി, ടർബോ ജോസിൻ്റെ അടി നേർച്ചയാണ്. അങ്ങനെ നിവൃത്തിയില്ലാതെ അങ്ങനെ നമ്മൾ ആ ഒരു കഥയിലേക്കും ഒന്നും പോകുന്നില്ല. എല്ലാ കഥാപാത്രങ്ങളും, അതായത് ഇടുക്കിയും ചെന്നൈയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലൊക്കേഷനുകൾ. ചെന്നൈയിലാണ് അധികവും ടർബോ ജോസിൻ്റെ വിളയാട്ടം. അത് നിർബന്ധിതമാവുകയാണ്. അത് നിങ്ങൾ കണ്ടു തന്നെ അറിയണം. വല്ലാത്ത രീതിയിൽ ഈ കഥ പരിണമിക്കുകയാണ്. അതുപോലെ തന്നെ അഞ്ജന ജയപ്രകാശ് നായിക ആയിട്ട് പ്രധാന നായികയാണ്. എല്ലാവരും, ജോണി ആൻ്റണി ഉണ്ട്, ശബരീഷ് വർമ്മ നല്ല വേഷമാണ്. അതുപോലെ ബിന്ദു പണിക്കർ അമ്മയായി, മമ്മൂക്കായുടെ അമ്മയായി നല്ല രസമായി പെർഫോം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ വില്ലനെ എടുത്തു പറയേണ്ടതാണ്. വില്ലൻ രാജ്ബി ഷെട്ടി, അദ്ദേഹത്തിൻ്റെയും സുനിൽ എന്ന തെലുങ്ക് നടൻ്റെയും മോളിവുഡിലേക്കുള്ള പ്രവേശമാണ് ഈ ചിത്രത്തിലൂടെ നടക്കുന്നത്. അതുപോലെ തന്നെ നിഷാന്ത് സാഗറുണ്ട്, പിന്നെ പ്രശാന്ത് അലക്സാണ്ടർ, എല്ലാവരും മികച്ചു നിൽക്കുന്നു. എല്ലാവർക്കും അഭിനയിക്കുവാനുള്ള സ്പേസ് ഉണ്ട്. എല്ലാവർക്കും എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്നു. വിഷ്ണു ശർമ്മയുടെ ഫോട്ടോഗ്രാഫി, ക്രിസ്റ്റോ സേവിയറിൻ്റെ മ്യൂസിക്, ഷമീർ മുഹമ്മദിൻ്റെ എഡിറ്റിംഗ്. ആ മ്യൂസിക് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള മ്യൂസിക്. അത് ആ സംഗീതം ശരിക്കും ഇതിൽ ഇഴചേർന്ന് കിടക്കുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ചിത്രം ഗംഭീരമാണ്. അതായത് ഞാൻ വീഴുന്നതിന് മുമ്പ് 15 പേരെയെങ്കിലും ഞാൻ വീഴ്ത്തും, അതിൽ ഒരാൾ നീ ആയിരിക്കും. ക്ലൈമാക്സിൽ വെട്രിവേൽ ഷൺമുഖ സുന്ദരത്തിനോട് ടർബോ ജോസിൻ്റെ ഡയലോഗാണ്. എന്തായാലും നിങ്ങൾ കാണണം. ഇത് മാസ് തന്നെയാണ്. ശരിക്കും ഈ ചിത്രം നിറഞ്ഞാടും, 100 കോടി കവിയും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. പ്രേക്ഷകർ ശരിക്കും നെഞ്ചിലേറ്റിക്കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു. ബൈ.